قال الله سبحانه وتعالى أيضا: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون. صدق الله العلي العظيم. إلهي لست للفردوس أهلا ولا أكوى على نار الجحيم. فهب لي توبة تغفر ذنوبي فإنك غافر الذنب العظيم. സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. ഈ വർഷം ഹജ്ജിന് പോയ മുഴുവൻ ഹാജിമാരുടെ ഹജ്ജുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്കും അടുത്ത വർഷം ആ പുണ്യഭൂമിയിൽ പോയി ഹജ്ജ് ചെയ്യാൻ അള്ളാഹു നസീബ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു ദിവസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദുൽഹജ്ജ് 9, അതും വെള്ളിയാഴ്ച ദിവസം കൂടിയാകുമ്പോൾ അതിൻ്റെ മഹത്വം അവർണ്ണനീയമാണ്, അവാച്യമാണ്. വാക്കുകൾക്ക് അതീതമായ ഈ ദിവസത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ്. മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു: മാ മിൻ യൗമിൻ അഫ്ളലു ഇൻദല്ലാഹി മിൻ യൗമി അറഫ. യൻസിലുല്ലാഹു തആല ഇലാ സമാഇ ദുനിയ ഫയുബാഹി ബിഅഹ്ലിൽ അർളി വഅഹ്ലിസ് സമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠമായി മാനവിക കുലത്തിന് നൽകിയിട്ടുള്ള ഒരു ദിനമാണ് അറഫ ദിനം എന്ന് പറയുന്നത്. ഓരോ നാട്ടിലും ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് അവിടെ അറഫ ദിനമായി ആചരിക്കപ്പെടുകയും നോമ്പ് നോക്കുകയും ചെയ്യുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞതുമാണ്, ഇപ്പൊ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അപ്പോ ഈ അറഫ ദിനം രാവുകളിൽ വെച്ച് ഏറ്റവും പ്രധാനമുള്ളത് ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. പക്ഷെ പകലിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അറഫ ദിനമാണ്. അന്നത്തെ ആ ദിവസം വരുമ്പോൾ യൻസിലുല്ലാഹു തആല ഇലാ സമാഇ ദുനിയ ഫയുബാഹി ബിഅഹ്ലിൽ അർളി വഅഹ്ലിസ് സമാ. ഭൂമിലോകത്തുള്ളവർക്കും ആകാശ ലോകത്തുള്ളവർക്കൊക്കെ അല്ലാഹു പ്രത്യേകമായി അവന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുകയും ആകാശ ലോകത്തുള്ള മാലാഖമാരോട് അല്ലാഹു തആല സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഈ പുണ്യമായ ദിവസം. ഒരുപാട് പ്രത്യേകതകൾ കിതാബുകളിൽ കാണാവുന്നതാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇവാഹ് നോക്കിക്കഴിഞ്ഞാൽ കാണാം: വഇന്നഹു ലമജ്മഉൻ അളീം വമൗഖിഫുൻ ജസീം യജ്തമിഉ ഫീഹി ഖിയാറു ഇബാദില്ലാഹി സ്വാലിഹീൻ വഖവാസിഹാ മുഖറബീൻ വഹുവ അഅളമു മജാമിഇ ദുനിയ വഖദ് ഖീല ഇദാ വഖഫ യൗമ അറഫ യൗമ ജുമുഅത്തിൻ ഗുഫിറ ലികുല്ലി അഹ്ലിൽ മൗഖിഫ് എന്ന് തുടങ്ങിയിട്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ദിവസത്തിന്റെ മഹത്വങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അല്ലാഹു ഒരുപാട് അളവറ്റ അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ദിവസമാണ്. വഹവാസിഹാ മുഖറബീൻ, പ്രത്യേകമായിട്ട് അള്ളാഹുവിലേക്ക് കൂടുതലായി അടുത്തിട്ടുള്ള
വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഉലൈക്കൽ മുഖറബൂൻ. സൂറത്തുൽ വാഖിയയിൽ പറയുന്നുണ്ട്, ഉലൈക്കൽ മുഖറബൂൻ. മുഖറബീങ്ങളായ ആളുകൾ, അല്ലാഹു പ്രത്യേകമായി ഇഷ്ടപ്പെട്ട ആളുകൾ, അവർക്ക് പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യും. ഇദാ വഖഫ യൗമ അറഫ യൗമ ജുമുഅത്തിൻ ഗുഫിറ ലികുല്ലി അഹ്ലിൽ മൗഖിഫ്. എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ധാരാളമായി പുറത്തു കൊടുക്കുന്ന ഒരു ദിവസമാണ് ഈ പരിശുദ്ധമായ ദിവസം. ഇതിന്റെ പ്രത്യേകതകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുതികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ. ഈ ദിവസം വരുമ്പോൾ, അഥവാ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ 9ാമത്തെ ദിവസം വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ മോചിപ്പിക്കുന്നതാണ്. അല്ലാഹു തആല ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്നുകൊണ്ടുള്ള ആളുകളെ മോചിപ്പിക്കുന്ന നരകമോചനത്തിന്റെ ദിവസമാണ് ദുൽഹിജ്ജ 9. എന്നിട്ട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വ ഇന്നഹു ലയദുനൂസു മയുബാഹി ബിഹിമുൽ മലായിക ഫയഖൂലു മാ അറാദ ഹൗലാ. അതേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായി ഉമ്മത്ത് മുഹമ്മദിനെ പറ്റിയിട്ട് സന്തോഷം അറിയിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഹാജിയായ മനുഷ്യൻ ആ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട്, പടച്ചവനെ എനിക്ക് നീ പുറത്തു തരണേ എന്ന് ദുആ ചെയ്യുമ്പോ, അതോടൊപ്പം ആ ഹാജി മറ്റുള്ള മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവർക്കും പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജ് വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്. ഇമാം ബൈഹഖിയും ഇമാം തബറാനിയും എല്ലാം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, ഒരു ഹാജിയായ മനുഷ്യൻ അല്ലാഹുവോട് ദുആരക്കുകയാണ്, പടച്ചോനെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജി വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്. അയാൾ സ്വന്തം ദുആലൊന്നു, അതോടൊപ്പം തന്നെ അയാളുടെ മഹല്ലിലുള്ള ആളുകള്, അയാളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകള്, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്ക് വേണ്ടി അയാൾ ദുആ ചെയ്യുമ്പോൾ അവർക്കെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. എത്രയോ ഹദീസുകൾ കാണാം. ഇമാം ബൈഹഖി രേഖപ്പെടുത്തുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പ്രസംഗിക്കുകയാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, അയ്യുഹൽ മുഅ്മിനൂൻ എന്നല്ല പറഞ്ഞത്, മുഅ്മിനീങ്ങളെ പ്രത്യേകം വിളിച്ചിട്ടല്ല പറഞ്ഞത്, ലോകത്തുള്ള മുഴുവൻ മാലോകരോട്, മാനവിക കുലത്തോട് മൊത്തമായിട്ട് നബി തങ്ങൾ പറയുകയാണ്, അയ്യുഹന്നാസ് ഇന്നല്ലാഹ തതവ്വല അലൈക്കും ഫീ ഹാദൽ യൗം. ഇന്നത്തെ ഈ ദിവസം അല്ലാഹു തആല നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ദിവസമാണ്. ദുൽഹിജ്ജ 9 അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ദിവസമാണ്. ഫഗഫറ ലക്കും ഇല്ല തബീആതി ഫീഹാ ബൈനക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഗഫറ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം അല്ലാഹു ഒരുപാട് പാപമോചനം നൽകുന്ന ദിവസമാണ്. ഇല്ല തബിആതി ഫീമാ ബൈനക്കും. അതേ സമയത്ത് മനുഷ്യരുമായിട്ടുള്ള ഹക്കിടപാടുകൾ ഒഴികെ, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഹക്കിടപാടുകൾ ഉണ്ടെങ്കിൽ അത് അല്ലാഹുവോട് പഠിച്ചവനെ പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ പറ്റിച്ചു, അയാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ കൊടുത്തു തന്നെ വീട്ടണം. അല്ലാതെ അള്ളാഹിനോട് പഠിച്ചോനെ ഞാൻ ഇന്ന ആളെ പറ്റിച്ച് പഠിച്ചോനെ കാശ് കൊടുക്കാൻ എനിക്ക് പുറത്തിറങ്ങുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ ഒരുപാട് ഉപദ്രവിച്ചു, വേദനിപ്പിച്ചു എങ്കിൽ അയാളെ കൊണ്ട് നമ്മൾ പൊരുത്തപ്പെടിക്കണം. അല്ലാതെ പ്രിയപ്പെട്ടവരെ, ആ ഹക്കിടപാടുകൾ വീടുന്നതല്ല. ഒരാൾക്ക് നമ്മൾ അനന്തരാവകാശം കൊടുക്കാനുണ്ട്, നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല.
അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹിനോട് അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തന്നെ എന്ന് ദ്വാരന്നിട്ട് ഒരു കാര്യവുമില്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പറഞ്ഞ വിഷയമാണത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു വവഹബ മുസീഅകും ലിമുഹ്സിനികും, അതേപോലെ തന്നെ നിങ്ങളിൽപ്പെട്ട ആളുകള് നല്ലവരായ ആളുകളെ വിചാരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മോശപ്പെട്ട ആളുകൾക്കും ഈ ദിവസം ഓശാരം ചെയ്തു കൊടുക്കുന്നതാണ്. അഥവാ നല്ല ആളുകളെ കൊണ്ട് ആ ഒരു അറഫ ദിവസം വരുമ്പോ, ദുൽഹിജ്ജ 9 വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ആളുകൾക്കും പുറത്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറയുകയാണ്, അതേപോലെ അള്ളാഹുവിനോട് നിങ്ങളിൽപ്പെട്ട നല്ല ആളുകൾ ചോദിച്ചത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആ ദിവസത്തിൽ അല്ലാഹു തആല നൽകിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഫദ്ഫഉ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ പിരിഞ്ഞുകൊള്ളുവീൻ എന്ന് അറഫാ ദിനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അക്കടപാടുകൾ ഒഴിച്ച് മറ്റുള്ള ദോഷങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കും. അതുപോലെ മനുഷ്യര് പാവങ്ങളായ ആളുകളാണെങ്കിൽ തന്നെയും നല്ല ആളുകളെ കൊണ്ട് മറ്റുള്ള ആളുകളെ അല്ലാഹു തആല ഈ ദിവസം രക്ഷപ്പെടുത്തും. എന്നിട്ട് അതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ദലിഫയിൽ വന്നു. അവിടെ വന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹ ഖദ് ഗഫറ ലി സ്വാലിഹികും വശഫഅ സ്വാലിഹികും ഫി ത്വാലിഹികും തൻസിലു റഹ്മതു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. അല്ലാഹു തആല നിങ്ങളുടെ ദോഷങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ അറഫാ ദിനമെന്ന് പറയുന്നത് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. ഒരിക്കൽ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, നീതിമാനായ ഭരണാധികാരിയായിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും നടന്നു പോകുന്ന സമയത്ത് ഒരു ജൂതനായ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ. സഹീഹ് ബുഖാരി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാം. ദുർറുൽ മൻസൂറിലെ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ ഇമാം ബുഖാരി അവിടെ നിന്ന് രേഖപ്പെടുത്തുകയാണ്. ജൂതനായ മനുഷ്യൻ വന്നിട്ട് വിളിക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, അവിടത്തോട് ഒരു കാര്യം പറയുന്നുണ്ട്, പറയാനുണ്ട്. ആയത്തും ഫീ കിതാബികും ഫഖറഊനഹാ, നിങ്ങളുടെ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിൽ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയുകയാണ്, ലൗ അലൈനാ നസലത് മഅശറൽ യഹൂദ്, ഞങ്ങളിലേക്കാണ് അത് ഇറങ്ങിയിരുന്നെങ്കിൽ, യഹൂദികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിലേക്കാണ് അത് ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിവസം പെരുന്നാളായിട്ട് ആഘോഷിക്കുമായിരുന്നു. അപ്പൊ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിച്ചു, കാല വഅയ്യു ആയത്തിൻ, ഏതാണ് ആയത്ത്? അപ്പോൾ ജൂതനായ മനുഷ്യൻ ഓതി കൊടുക്കുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പരിശുദ്ധമായ സൂറത്തുൽ അംഫാലിന്റെ സുന്ദരമായ വചനം ഈ മനുഷ്യൻ ഓതി കൊടുക്കുകയാണ്. ജൂതനായ മനുഷ്യൻ ഓതി കൊടുക്കുകയാണ്. സൂറത്തുൽ അംഫാൽ, ഇങ്ങനെ അംഫാൽ സൂറത്തിന്റെ തുടക്കം തന്നെ യസ്അലൂനക അനിൽ അംഫാൽ ഖുലിൽ അംഫാലു ലില്ലാഹി വറസൂൽ എന്ന് തുടങ്ങിയിട്ടാണ് അത് തുടങ്ങുന്നത് തന്നെ. യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂക്തങ്ങളാണ്. ആ പരിശുദ്ധമായ സൂക്തങ്ങൾ നോക്കുന്ന സമയം, സൂറത്ത് നോക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ സൂറത്തുൽ മാഇദ നമുക്ക് കാണാം. ആ മാഇദയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 10ാമത്തെ വർഷം, ഹിജ്റയുടെ 10ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ AD 631 ദുൽഹജ്ജ് 9 വെള്ളിയാഴ്ച ദിവസം ഇതുപോലെ
ഒരു ദിവസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അവസാനത്തെ ആ ഹജ്ജത്തുൽ വിദാ നിബിധങ്ങളുടെ അവസാനത്തെ ഹജ്ജിന്റെ ആ വിടവാങ്ങൽ പ്രഭാഷണം നടത്തുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയ ആയത്താണ് ഈ ദിവസത്തിൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയാൻ തുടങ്ങി. സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? സിദ്ദീഖുൽ അക്ബർ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. ആ പരിശുദ്ധമായ ആയത്തിനെ പറ്റിയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ ജൂതനായ മനുഷ്യൻ പറയുന്നത്. എന്താണ് പറയുന്നത് എന്നറിയുമോ? ഈ ആയത്തെങ്ങാനും ഞങ്ങൾക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ പെരുന്നാളായിട്ട് ആഘോഷിക്കുമായിരുന്നു. അപ്പൊ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, فقال عمر رضي الله عنه إني أعلم اليوم الذي نزلت فيه والمكان الذي نزلت فيه نزلت على رسول الله صلى الله عليه وسلم بعرفات في يوم جمعة. ഇതൊരു അറഫ ദിനത്തിൽ വെച്ച് വെള്ളിയാഴ്ച ദിവസമാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഞാനത് ഓർക്കുകയാണെന്ന് മഹാനവറുകൾ പറയുകയാണ്. ദുറുൽ മൻസൂറിൽ കാണാം, വകിലാഹുമാ ബിഹംദില്ലാഹി ലനാ ഈദാ. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമായ ദിവസം വളരെ ആഘോഷത്തിന്റെ, പെരുന്നാളിന്റെ, സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ വിവിധ മേഖലകളിലുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യഭൂമികയിൽ ഈ ദിവസം വരുമ്പോൾ ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് ദുർറുൽ മൻസൂർ പോലെയുള്ള കിതാബുകളിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് നടത്തിയ ആ പ്രസംഗം ഇന്ന് 35ഓളം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 35ഓളം ഭാഷകളിൽ ആ പ്രസംഗം വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 948 UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ്, എത്രയോ നാളുകൾക്ക് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ വെച്ചുകൊണ്ട് നടത്തിയ ആ മനുഷ്യാവകാശ പ്രഖ്യാപനം ഇന്ന് 36ഓളം ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നല്ല, ലോകത്തിലുള്ള മുഴുവൻ പള്ളി മിനാരങ്ങളിലൂടെ ഈ ദിവസമാകുമ്പോ, ഈ അറഫായുടെ ദിവസം വരുമ്പോ, പെരുന്നാൾ സുദിനത്തോടനുബന്ധിച്ച് അവിടെയുള്ള മിമ്പറുകളിൽ നിന്നെല്ലാം ആ പ്രസംഗം ചർവണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ. അയ്യുഹന്നാസ് എന്നാണ് വിളിച്ചത്, അയ്യുഹൽ മുഅ്മിനൂൻ എന്ന് വിളിച്ചില്ല, മുഅ്മിനീങ്ങളെ മാത്രം വിളിച്ചില്ല. അയ്യുഹൽ മുസ്ലിമൂൻ എന്നല്ല പറഞ്ഞത്, അയ്യുഹന്നാസ്, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമിനെയും ഹൈന്ദവനെയും ക്രിസ്ത്യാനികളെയും ഏതെല്ലാം മതത്തിലുള്ളവരുണ്ടോ അവരോടൊക്കെയായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, إن الله حرم عليكم دماءكم وأموالكم وأعراضكم كحرمة يومكم هذا في شهركم هذا في بلدكم هذا. ഈ നാടിന് എത്രമാത്രം മഹത്വമുണ്ടോ, ഈ പരിശുദ്ധമായ മക്ക എന്ന് പറയുന്ന ഈ മക്കത്തുൽ മുകറമക്ക് എത്രമാത്രം പ്രത്യേകതയുണ്ടോ, അതുപോലെ ഈ മാസത്തിന് എത്രമാത്രം പ്രത്യേകതയുണ്ടോ, ഈ ദിവസത്തിന് എത്രമാത്രം പ്രത്യേകതയുണ്ടോ, അതുപോലെ തന്നെയുള്ള പ്രത്യേകത നിങ്ങളുടെ സഹോദരന്റെ രക്തത്തിനുണ്ട്. ഇന്നല്ലാഹ ഹറമ അലൈക്കും ദിമാഅക്കും, അല്ലാഹു അതിനെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പറയുകയാണ്, ദിമാഅക്കും, രക്തം, അതുപോലെ വഅംവാലക്കും, അവന്റെ ധനം, വഅറാദക്കും, അവന്റെ മുതല്, ഇതെല്ലാം പ്രത്യേകമായി ബഹുമാനിക്കപ്പെടേണ്ടതാണ്. മറ്റുള്ളവന്റെ രക്തം ചീന്താൻ പാടില്ല, മറ്റുള്ളവന്റെ അഭിമാനത്തെ പിച്ച് ചീന്താൻ പാടില്ല, അതുപോലെ തന്നെ മറ്റുള്ളവന്റെ ധനം അകാരണമായിട്ടത് തട്ടിയെടുക്കാൻ പാടില്ല എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ലിനിസായിക്കും ഹഖ്ഖാ വലക്കും അലൈഹിൻ ഹഖ്ഖാ. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട് അവിടുത്തെ സഹീഹില്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾക്ക് ഹക്കുണ്ട്,
അവരോടുള്ള അവകാശം നിങ്ങൾ ഹനിക്കരുത്. തിരിച്ചും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതം നിങ്ങൾ സസൂക്ഷ്മം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പ്രവാചകർ പറയുന്നു, ഇന്ന റബ്ബക്കും വാഹിദ, നിങ്ങളെ സൃഷ്ടിച്ച് പഠിച്ച് പരിപാലിക്കുന്ന ഏകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, നിങ്ങളുടെ റബ്ബ്, ഇന്ന റബ്ബക്കും വാഹിദ്, അവൻ ഒരുത്തനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒരാളാണ്. കുല്ലുക്കും മിൻ ആദം വ ആദമ മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ്. നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമോ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവനാണ്. അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ അവൻ അല്ലാഹുവിലേക്ക് കൂടുതൽ തഖ്വ ചെയ്യുന്നവനാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യവാൻ സൂക്ഷ്മതയുള്ളവനാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലൈസ ലി അറബിയ്യിൻ ഫളലുൻ അലാ അജമിയ്യിൻ ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ അറബിയേക്കാൾ അജമിക്ക് പ്രാധാന്യമൊന്നുമില്ല. അതുപോലെ അനറബിക്ക് അറബിയെക്കാളും അതുപോലെ പ്രാധാന്യമില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പറയുകയാണ്, കറുത്തവനോ വെളുത്തവനോ പ്രത്യേകമായിട്ട് അവരുടെ നിറത്തിന്റെ പേരിൽ യാതൊരു സ്ഥാനവും പരിശുദ്ധമായ ഇസ്ലാം നൽകുന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞത് അവിടുത്തെ ജീവിതത്തിൽ അവിടെ നിന്ന് പ്രാവർത്തികമാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കവി പറഞ്ഞല്ലോ, الناس من جهة التمثيل أكفاه أبوهم آدم والأم حواء. ഒരു കവി പാടിയതുപോലെ എത്ര സുന്ദരമായ വചനമാണ് പ്രിയപ്പെട്ടവരെ. എല്ലാവരും ആദമിൽ നിന്നുകൊണ്ട് ഹവ്വായിൽ നിന്നുകൊണ്ട് പടക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായ യാതൊരു സ്ഥാനമാനങ്ങളും ആർക്കും തന്നെ ഇല്ല. ഇത് പ്രവാചകർ പ്രഖ്യാപിച്ചിട്ട് അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് പ്രാവർത്തികമാക്കുകയാണ്. പേർഷ്യക്കാരനായ സൽമാനെയും അതുപോലെ യമനിയായ ജരീറിനെയും റോമക്കാരനായ സുഹൈബിനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ സ്വഫിൽ തന്നെ ഇരുത്തുകയാണ്. ഒരേ സ്വഫിൽ തന്നെ പ്രവാചകർ ഇരുത്തുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു, കറുത്തവനായ ബിലാൽ റളിയല്ലാഹു അൻഹു, നീഗ്രോ വംശജനായ ബിലാൽ റളിയല്ലാഹു അൻഹു, എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട ഉമയ്യത്തിന്റെ അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹു, ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും മാറ്റി നിർത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ കൈപിടിച്ചു കൊണ്ടുവന്നിട്ട് പരിശുദ്ധമായ മക്കയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നിയമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിറത്തിന്റെ പേരിൽ പലരും അവഗണിക്കപ്പെടുമ്പോ, ഒരാൾ പാട്ട് പാടുമ്പോ പോലും അയാളുടെ നിറം നോക്കിയിട്ട് അയാളെ മോശമായി ചിത്രീകരിക്കപ്പെടുമ്പോ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ, ഗോപാൽ ശെട്ടി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ ദളിത് വംശജനായി ജനിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് നമ്മുടെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ വെച്ച് ഉന്നതന്മാർ സഞ്ചരിച്ച ബസ്സിൽ യാത്ര ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യനെ ആ ബസ്സിൽ നിന്ന് ഇറക്കിയിട്ട് പേപ്പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിക്കൊന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണെങ്കിൽ, മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 UN പ്രഖ്യാപിക്കുമ്പോ അതിന്റെ എത്രയോ മുമ്പ് അറഫാത്തിൽ വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച മനുഷ്യാവകാശ പ്രഖ്യാപനം അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാവരോടും സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഐക്യത്തോടെ നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കുക. അറഫാത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ആ പ്രഭാഷണം നമ്മളെല്ലാവരും ഏറ്റെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പ്രത്യേകമായി പെരുന്നാൾ സുദിനത്തിലെ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതില് ഈ പെരുന്നാളിന് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പെരുന്നാള് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുടിയെ പറ്റിയിട്ട് ചോദിക്കപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്
പ്രത്യേകമായി കുടിക്കൽ സുന്നത്തായി പറഞ്ഞ കാര്യം അതിൽപ്പെട്ടതാണ് പെരുന്നാള് ദിനത്തിലെ കുളി. അതുപോലെ തന്നെ വെള്ളിയാഴ്ച കുളി. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ആ വിഷയം സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ പെരുന്നാളിന് പോലും കുളിച്ചില്ല എന്ന് പറയുമ്പോൾ ഞാനിത് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ പെരുന്നാളിന് ഒരു സഹോദരൻ വന്നിട്ടുണ്ട്, ഉസ്താദെ ഉദ്ഹിയ്യത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് മൃഗത്തെ കൊണ്ടുവരാനൊക്കെ ഇരുന്നുകൊണ്ട് കുളിക്കാൻ പോലും സമയം കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പെരുന്നാളിന് എന്തെങ്കിലും കുളിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. മൃഗത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ കൊണ്ടുവന്ന് കിട്ടുക. അതുപോലെ ഈ പെരുന്നാളിന് നിസ്കരിച്ച് പോയിട്ട് ഭക്ഷണം കഴിക്കലാണ് സുന്നത്തുള്ളത്. അതുപോലെ നല്ല വസ്ത്രം ധരിക്കുക. പെരുന്നാളിന്റെ അന്ന് പുതുവസ്ത്രം ധരിക്കലാണ് ഏറ്റവും സുന്നത്തുള്ളത്. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. അതുപോലെ അത്തറൊക്കെ തേച്ചിട്ട്, ചില ആൾക്കാർ പെരുന്നാൾ വരുമ്പോൾ ഉള്ള എണ്ണയൊക്കെ ഇങ്ങോട്ട് വാരി തേച്ചിട്ട് അടുത്തുള്ള ആൾക്ക് നിസ്കരിക്കാൻ പറ്റൂല. ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ നിസ്കരിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കണം. ചിലവര് സുബഹിക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിയിട്ട് ചിലപ്പോൾ പഞ്ഞുകൂടി തേക്കാതെ അടുത്തുള്ള ആൾക്ക് നിസ്കരിക്കാൻ പോലും പറ്റൂല. അതുപോലെ പള്ളിയിൽ വരുന്ന ചിലപ്പോൾ ചിലർക്ക് സുന്നത്ത് പോലെയാണ് വീഡിയോ വലിക്കാന്നുള്ളത്. പള്ളിയിൽ നിസ്കാരത്തിന് മുമ്പും ശേഷം വലിച്ചു എന്നാലും കുഴപ്പമില്ല. വീഡിയോ വലിക്കലാത്ത നല്ല കാര്യമൊന്നുമല്ല, മുമ്പേ ആ വിഷയം ഓർമ്മപ്പെടുത്തിയാണ്. എന്നാലും ഈ പള്ളിയിൽ നിസ്കാരത്തിന് മുമ്പ് വന്ന ബാത്റൂമിലേക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയും. എന്നിട്ടോ നിസ്കരിച്ചിട്ട് ചിലപ്പോൾ ഒതു കൊടുത്തിട്ടും പോയിട്ട് വലിക്കും. എന്നിട്ട് ആ മണം വന്നിട്ട് അടുത്തുള്ള നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ പെരുന്നാളിന്റെ അന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള സമയത്ത് പള്ളിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല അത്രയൊക്കെ തേച്ച്. അത്ര തേക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് മറക്കാൻ പറ്റാത്ത, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ചിലർ ഈ പണ്ടത്തെ അത്തറുകളുണ്ട്, ഭയങ്കര കുത്തായിരിക്കും. വജമ്പവും കുട്ടിക്കൂറയൊക്കെ എടുത്ത് തേക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലുള്ള അത്തറുകൾ നമ്മൾ തേക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അത്തറ് തേക്കുന്ന സുന്നത്തുണ്ട്. അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് തല മറച്ച് നേരത്തെ തന്നെ പള്ളിയിൽ വരാൻ വേണ്ടി ശ്രമിക്കാം. ഉദ്ഹിയ്യത്തിന്റെ മൃഗങ്ങളെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ കൊണ്ടുപോയി കിട്ടാം. അതുപോലെ ഉദ്ഹിയ്യത്തിന്റെ വിഷയം എല്ലാ ആഴ്ചയും അതിന്റെ ഫളായിലുകളൊക്കെ പറഞ്ഞതാണ്. എല്ലാവരും ആ വിഷയത്തെ പ്രത്യേകം ശ്രദ്ധിക്കാം. നെയ്യത്ത് വെക്കാൻ മറക്കരുത്. സുന്നത്തായ ഉദ്ഹിയ്യത്തിന് പ്രത്യേകം തന്നെ കരുതണം. അല്ലാതെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർബന്ധമായ ഉദ്ഹിയ്യത്താകും. അപ്പോ നമുക്ക് അതിന്റെ ഇറച്ചി ഒട്ടുകൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും 70 ഇരട്ടി പ്രതിഫലമുണ്ട്. നമ്മൾ നേർച്ചയാക്കി ഉദ്ഹിയ്യത്തിന് നേർച്ചയാക്കും കഴിഞ്ഞാൽ 70 ഇരട്ടി പ്രതിഫലം നമുക്ക് കിട്ടും. പക്ഷെ നേർച്ചയാക്കി കഴിഞ്ഞാൽ അതിന്റെ ഇറച്ചി ഒരു അല്പം പോലും നമുക്ക് എടുക്കാൻ പറ്റൂല. ഒരു കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് 7 നെയ്യത്ത്. ഒരു മൃഗത്തില് 7 നെയ്യത്ത് വരെ വെക്കാൻ. ഇപ്പോഴും ആൾക്കാർക്ക് സംശയം മാറിയിട്ടില്ല. ഒന്നാമത്തെ വെള്ളിയാഴ്ച പ്രസംഗം കേൾക്കാൻ പറ്റൂല, എല്ലാം കഴിഞ്ഞിട്ടാ വരുള്ളൂ. എന്നിട്ട് പിന്നെ സംശയമാണ്, ആ ഉസ്താദ് അത് പറഞ്ഞില്ലോ എന്ന് പറയും. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരാൾ പറഞ്ഞാണ്, ഉസ്താദുകളാ വെള്ളിയാഴ്ച ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ പറയാം. അപ്പൊ ശ്രദ്ധിച്ച പ്രശ്നമല്ലല്ലോ. ഒരു മൃഗത്തിൽ 7 നെയ്യത്ത് വരെ പറ്റും. മനസ്സിലായോ? ഒരു മൃഗത്തിൽ 7 നെയ്യത്ത്. ഒരാള് തന്നെയാണ് ഒരു മൃഗത്തെ അറുത്തു കൊടുക്കുന്നതിന് ആൾക്ക് 7 നെയ്യത്തും ആ മൃഗത്തിൽ വെക്കുക. അതേ സമയത്ത് ഒരു ഷെയർ ആണ് ഉള്ളതെങ്കിൽ, 7 ആള് കൂടിയിട്ടാണ് ഒരു മൃഗത്തെ അറക്കുന്നതെങ്കിൽ എന്താ പറ്റുള്ളൂ? ആ ഒരാൾക്ക് ഒരു നെയ്യത്താ പറ്റുള്ളൂ. അങ്ങനെ 7 നെയ്യത്ത്. അപ്പൊ ഒരാൾക്ക് ഉദ്ഹിയ്യത്ത് ആണ്. ഇനി അയാള് കുട്ടിക്ക് അക്കീക്ക തടുത്ത് കൊടുത്തിട്ടില്ലെങ്കിലോ അക്കീക്കയുടെ നെയ്യത്ത് അയാൾ വെച്ചാൽ അയാൾക്ക്, പക്ഷെ അക്കീക്ക ഉദ്ഹിയ്യത്ത് രണ്ടും കൂടി പറ്റൂല, ഏതെങ്കിലും ഒന്നാ പറ്റുള്ളൂ. ഇനി ഒരാൾ ഒരു നെയ്യത്ത് കരുതിയില്ലെങ്കിലോ എന്നാലും കുഴപ്പമില്ല. അയാൾക്ക് വെറുതെ ഇറച്ചി കിട്ടണമെന്ന് മാത്രമാണെങ്കിൽ അത് കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പൊ 7 നെയ്യത്ത് ഒരു മൃഗത്തിന് നമുക്ക് വെക്കാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ഒരു ഷെയർ ഉള്ളെങ്കിൽ ഒരു നെയ്യത്താ പറ്റുള്ളൂ. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കാം. കുട്ടികൾക്ക് അക്കീക്ക അറുത്ത് കൊടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഈ സമയം വരുമ്പോൾ നമുക്ക് എളുപ്പമാണ്, അങ്ങനെ ഒരു ഷെയർ ചേർന്നാൽ മതി. അതുപോലെ തന്നെ ഒറ്റക്ക് അറുത്ത് കൊടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ഒറ്റക്ക് തന്നെ നമ്മൾ അറുത്ത് കൊടുക്കുക. ആ വിഷയങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം.